ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരി അരയ്ക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം കുറച്ച് അരിപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ഞാനൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ഇത് നല്ല തിക്കാക്കി എടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ കുക്കായി കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഇളം ചൂടുള്ള വെള്ളമാണ്. ചൂട് കൂടി പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഈസ്റ്റ് പൊങ്ങി വരില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈസ്റ്റൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഈ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതൊരു അത്യാവശ്യം മധുരമുണ്ട് ഈ ഒരു വട്ടയപ്പത്തിന്. കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഈസ്റ്റിൻ്റെ ആ വെള്ളവും ഒരു 2 പിടി തേങ്ങ, ഒരു 1/2 കപ്പോളം തേങ്ങയും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ള തേങ്ങ കുറച്ച് ബ്രൗൺ കളറുള്ള ആ ഒരു തേങ്ങ ആണ്. അപ്പോൾ വൈറ്റ് കളർ മാത്രം ഉള്ള തേങ്ങ എടുക്കുക. അപ്പോൾ നല്ല വൈറ്റ് കളർ തന്നെ വട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിനെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള ആ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരളവിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഈസ്റ്റ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വെള്ളവും തേങ്ങാപ്പാലുമാണ് ഈ ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് വേണ്ടത്. ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് നല്ല പുളിച്ച് കിട്ടും. അപ്പോൾ ഇത് 4 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ തണുപ്പുള്ള പ്രദേശമൊക്കെ ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളയപ്പത്തിൻ്റെ മാവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പുളിച്ച് കിട്ടും. എന്നിട്ട് ഒരുപാടങ്ങ് മിക്സ് ചെയ്തിട്ട് ഈ പതയൊന്നും ഇല്ലാതാക്കണ്ട, കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് ഞാനിത് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്, സ്റ്റീലിൻ്റെ. അതിൽ കുറച്ച് ഓയിലൊന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ പ്ലേറ്റ് വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് ആകുമ്പോൾ ഒരു തിക്നെസ് കൂടിപ്പോവും, അപ്പോൾ കുറച്ച് മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും വെച്ച് കൊടുക്കാം. ഇത് മൊത്തത്തിൽ ഒരു 20-25 മിനിറ്റ് എടുക്കും കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ വെച്ചിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മാവ് ഞാനൊരു ഇഡ്ഡലി തട്ടിലാണ് വട്ടയപ്പം റെഡിയാക്കി എടുക്കുന്നത്. ഇത് വേഗത്തിൽ തന്നെ കുക്കായി കിട്ടും. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുക്കായി കിട്ടും.
ഇപ്പോൾ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തണുത്തിട്ട് പ്ലേറ്റിൽ നിന്ന് എടുത്താൽ മതി, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകും. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ അരി അരയ്ക്കാതെ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് വേഗത്തിൽ തന്നെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.